വളരെ കാലത്തിന് ശേഷം ഇത്രയും സന്തോഷമുള്ളൊരു ദിവസം എനിക്ക് കിട്ടുന്നത്. ഇവിടെ എല്ലാവർക്കും ആന്റി വന്നതിൽ സന്തോഷേ ഉള്ളൂ. അന്ന് ആശുപത്രി വെച്ച് ഗൗരിയെ കണ്ടത് മുതല് ഇങ്ങോട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് മനസ്സങ്ങനെ വെപ്രാളപ്പെടുമായിരുന്നു. ഇനി വാസുവേട്ടന്റെ മനസ്സും കൂടി ഒന്ന് മാറണം. ഒക്കെ മാറും ഗൗരിയുടെ അമ്മേ. ആ ഗൗരിയുടെ അച്ഛനെ ഇപ്പൊ കണ്ടിരുന്നു. എന്നോട് ദേഷ്യത്തിലാ വാസുകോച്ചേട്ടൻ സംസാരിച്ചത്. മനസ്സിന്റെ പ്രയാസം കൊണ്ട് പറയണതാ. പക്ഷെ സംഭവിച്ചതൊന്നും ആരുടെയും കുറ്റം കൊണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ ഇപ്പോ മുരളി ഗൗരിമോളെ കെട്ടി, ചന്ദ്രോത്താണെങ്കി നന്ദമോൻ ദൈവികമോളെയും. ഇപ്പോഴല്ലേ പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അവിടെ ദേവിക സന്തോഷത്തോടെയാണല്ലോ കഴിയുന്നതല്ലേ? ഓരോടത്തും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാ. നമ്മളെ പോലെയുള്ളവർക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് കാണും, ചെറിയ രീതിയിലുള്ള തർക്കവും ബഹളവും ഒക്കെ കാണും. അതങ്ങ് തീർന്നോളും. പക്ഷെ വലിയ വീടുകളില് ആകെ ഒരു പുകച്ചിലായിരിക്കും, നീറി നീറി കിടക്കും. ദേവികമോളുടെ കാര്യങ്ങള് അത്ര സന്തോഷത്തോടെ അല്ല നടക്കുന്നത്. ഒക്കെ ശരിയാവും. ദേവിക കുറച്ചുകൂടി ബോൾഡായാ മതി. അതായത് ഗൗരി ഏട്ടത്തി പോലെ. ദീദി, ഞാനപ്പോ ഭയങ്കര ബോൾഡാണെന്നാണോ നീ പറയുന്നേ? പിന്നല്ലാതെ. മുരളേട്ടനെ വരച്ച് വരയിൽ നിർത്തണമെങ്കിലേ ബോൾഡാകാതെ പറ്റില്ലല്ലോ. നന്ദു വിളിച്ചോ? വിളിച്ചു. എന്താ കാര്യം? വിളിച്ചിട്ട് വരാൻ എത്ര താമസം? ഇങ്ങനെയാണോ ഒരു ഭാര്യ? ദേ കളിക്കല്ലേ. എന്താ കാര്യം വെച്ചാ പറ. ഒരു കാര്യമില്ല, ചുമ്മാ കാണാൻ തോന്നി. എന്തേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ദേ നന്ദു, എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലി ഉള്ളതാ. അടുക്കള ജോലിയോ? അത് ഭാർഗവേന്റെ ഒക്കെ ഉണ്ടല്ലോ. ആന്റി പോയി. അവിടെ ഗൗരിയെ കാണാൻ ഗൗരിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ആണോ? അതുകൊള്ളല്ല. ജീവിതത്തിൽ അവർ ആ വീട്ടിലേക്ക് വരില്ലെന്നാ ഞാൻ കരുതി. ഗൗരി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് വന്നായിരിക്കും അല്ലേ? അതെ. മുരളിയും രജനീച്ചയൊക്കെ പറയുന്ന പോലെ ഇവിടെയും അമ്മയുടെ ദേഷ്യമൊക്കെ മാറും നീ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോ. അതിനൊക്കെ വേണ്ടി ഞാൻ ദേ ഹോസ്പിറ്റലിൽ പോയി പകൽ അവിടെ ഇരിക്കും. സന്ധ്യക്കിങ്ങി തിരിച്ചു വരും. ഞാനിപ്പോ ചെന്ന് ചേച്ചി ഇങ്ങോട്ട് അയക്കും. വൈകിട്ട് ചേച്ചി അങ്ങോട്ട് വരും. അല്ലെങ്കിൽ വൈകിട്ട് മുരളി ഇരിക്കും ഹോസ്പിറ്റലിൽ. ഇന്നലെ ബ്രേക്കായി പോയത് ഇന്ന് നമ്മൾ തുടരും. നന്ദു, ഇന്ന് ഞാനും കൂടി വരട്ടെ ഹോസ്പിറ്റലില്? ഏയ് വേണ്ട, അച്ഛൻ്റെ കൂടെ ആള് വേണ്ടേ? വാ, വേഗം ഡ്രസ് ചെയ്തിട്ട് പോവാൻ നോക്കട്ടെ. അമ്മയാണല്ലോ. അമ്മേ, ഫോൺ താങ്കളുടെ ഭാര്യയ്ക്കൊന്ന് കൊടുക്കാൻ കരുണയുണ്ടാവണം. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? വലിയ ആളുകളോട് ബഹുമാനത്തോടെ വേണമല്ലോ സംസാരിക്കാൻ. എനിക്കൊരു കൂട്ടായിട്ട് നീ ഇവിടെ നിൽക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചതല്ലേ? എന്റെ വാക്കിന് നീ തരുമ്പെങ്കിലും വില തന്നോ? ഇല്ലല്ലോ. നീ വളർന്നങ്ങ് ആകാശമുട്ട വലുതായത് ഞാൻ അറിഞ്ഞില്ല. ഫോൺ ദേവിക്കൊന്ന് കൊടുക്ക്. ദേവികയ്ക്ക് കൊടുക്കാൻ.